മുരിങ്ങപ്പൂ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം സവാള, കൊച്ചുള്ളിയോ സവാളയോ ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ സവാള ഇടാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വഴറ്റുന്നതിനകത്തിൽ 2-3 പച്ചമുളക് ഇടുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് എരിയൊക്കെ ഇരിക്കട്ടെ. ഈ സവാള വഴറ്റുമ്പോൾ പെട്ടെന്നത് വഴറ്റാനായിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഉപ്പ്, സവാള ഒരു പകുതി മുക്കാലും ആകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അതായത് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നമ്മൾ സാധാരണ തോരൻ അരക്കത്തില്ലേ, അതൊക്കെ വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളിയും തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ അരപ്പും പകുതി മുക്കാലും വഴറ്റിയെടുക്കണം കേട്ടോ. വേവണ്ടേ, അരപ്പും വേവണ്ടേ. അപ്പോൾ പകുതി മുക്കാലും ഇട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് പകുതി മുക്കാലും മതി. എന്നിട്ട് അതിന് മുകളിൽ ഈ മുരിങ്ങപ്പൂവ് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണ്ട. കാരണം കഴുകി വെച്ച മുരിങ്ങപ്പൂവ് ആയതുകൊണ്ടേ മുരിങ്ങപ്പൂ എടുത്തിട്ട് കഴുകണം കേട്ടോ. നമ്മൾ വിചാരിക്കും മേലിൽ നിന്നും പറിച്ചതായതുകൊണ്ട് അത് കഴുകണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പൊടിയൊക്കെ പഴിച്ചിരിക്കില്ല. അപ്പോൾ 1-2 വെള്ളത്തിൽ നല്ലപോലെ കഴുകണം. കഴുകിയതിന് ശേഷം ഈ അരപ്പും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് പൂ വേവാൻ വേണ്ടി നല്ലതുപോലെ അടച്ച് വെക്കാം. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളമയം ഇല്ലാതെ നമ്മളത്, കാരണം കടുക് ഓൾറെഡി വറുത്തിട്ടല്ലേ നമ്മളിട്ടത്. ഇനി അതുകൊണ്ട് അത് കടുക് വറക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ വെള്ളമയമൊക്കെ പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഒന്ന് പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.